ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ. അലീമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇന്ന് അയില പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. എടുത്തു പറയട്ടെ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇതിനു വേണ്ടി ഞാൻ വരഞ്ഞു വെച്ചിട്ടുള്ള 3 വലിയ അയില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ക്രഷ് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വരഞ്ഞു വെച്ചിട്ടുള്ള മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുരുമുളക് ഇതേപോലെ ഒന്ന് പൊടിഞ്ഞാൽ മതി, നന്നായിട്ട് പൊടിയരുത്. ഈ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം നിങ്ങൾക്ക് 1-2 തുള്ളി വേണമെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ മാത്രം ചേർക്കുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, കാരണം നമ്മുടെ ചെറുനാരങ്ങ നീര് എല്ലായിടത്തും എത്തണം. ഇതേ പരുവത്തിലാണ് നമ്മുടെ മിക്സ് വേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, മീനിന് ഈ മിക്സ് തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുള്ളതാണ്. വരകളിലേക്കും വയറിനകത്തേക്കൊക്കെ ആയിട്ട് നന്നായിട്ട് കൈയോട് തേച്ച് പിടിപ്പിക്കണം. റെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മീൻ ഇതിൻ്റെ മുളകും നാരങ്ങയുടെ ആ പുളിയും ഒക്കെ വലിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ 3 മീനിനും മുളകൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ മീനിനെ ഒരു 1/4 വേവിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരുപാട് എണ്ണ ചേർത്ത് കൊടുക്കേണ്ട, കാരണം എന്ന് വെച്ചാൽ ഈ എണ്ണയിലാണ് നമ്മുടെ മസാല റെഡിയാക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊരു 1/4 വേവിൽ മാത്രം ഈ മീനിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മുടെ വാഴയിൽ വെച്ചിട്ട് പൊള്ളിക്കുമ്പോൾ ബാക്കിയും കൂടി വെന്തിട്ടും. 2 വശവും 1/4 വേവിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് മാറ്റി വെക്കുക. മീനിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കേണ്ടത്. നല്ല ചൂടോടെ കഴിക്കാൻ മീൻ പൊള്ളിച്ചതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ മീനാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അളവിനൊക്കെ നിങ്ങൾ മാറ്റം വരുത്തുക. ഇനി നമുക്കിതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാം. മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതും 20 ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞതും, അതായത് കനം കുറച്ച് അരിയണം. ഇതിലേക്ക് 2 വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്കിതിലേക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ്, അധികമാവരുത്. വഴഞ്ഞതിന് ശേഷം ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് വഴറ്റുക. ഓയിൽ അധികമാവാൻ പാടില്ല പറയാൻ കാരണം, നമ്മുടെ വാഴയിലയിൽ ഇതിനെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒലിച്ചിറങ്ങും. അതുകൊണ്ടാണ് മസാലയിൽ അധികം ഓയിൽ വേണ്ട പറഞ്ഞത്. ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണും കൂടി ചേർത്തിട്ട് പൊടികളുടെ മണമൊക്കെ മാറുന്നത് വരെ ചെറു തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇത് മഞ്ഞൾപ്പൊടി എടുത്ത സ്പൂൺ ആയതുകൊണ്ടാണ് കളർ ചേഞ്ച്. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. ഇത് വാട്ടിയെടുത്ത വാഴയിലയാണ്. അത് മീൻ വെക്കുന്ന സ്ഥലത്തേക്ക് ഒരു പീസും കൂടി എക്സ്ട്രാ ആദ്യം വെച്ച് കൊടുക്കുക. ശേഷം ഇതിലേക്ക് മസാല എടുത്തിട്ട് നിരത്തി കൊടുക്കുക. അതായത് നമ്മുടെ മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മസാല നിരത്തി കൊടുക്കുക. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം മീനിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാലയും കൂടി അതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 2 സൈഡിലും മസാലയായി. ഇനി ശേഷം ഇതിനെന്താക്കാം, നമ്മുടെ വാഴയില കൊണ്ട് കവർ ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ മടക്കിയെടുത്താൽ മതി. അപ്പോൾ മസാല ലീക്കാവുകയോ വാഴയില പൊട്ടുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഇത് വാഴയുടെ തന്നെ നാരാണ്, ഞാൻ കെട്ടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുത്തതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നൂല് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ കെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 2 മീനുകളും ചെയ്തെടുക്കാം. ഇതേപോലെ 2 വശവും കെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. 3 മീനുകളും ഇതേ വാഴയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ പൊള്ളിച്ചെടുക്കാം.
ഞാൻ ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പൊതിഞ്ഞ് വെച്ച മീൻ ഓരോന്നായിട്ടും ചേർത്ത് കൊടുക്കുക. ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻ ഓരോന്നായിട്ടും മറിച്ചിട്ട് കൊടുക്കുക. ദേ നോക്ക്, നമ്മുടെ മീൻ ഒരു സൈഡ് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. ഇനി അത് മറുവശം കൂടി പൊള്ളിച്ചെടുക്കാം. 10 മിനിറ്റ് ശേഷം മൂടി ഒന്ന് ഓപ്പൺ ചെയ്താൽ ദേ നമ്മുടെ മറുവശവും കൂടി സെറ്റായിട്ടുണ്ട്, അതായത് പൊള്ളിച്ച് വന്നു. ഇനി നമുക്ക് ഈ പൊള്ളിച്ചതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ നാരങ്ങയുടെയും കറിവേപ്പിലയൊക്കെ സ്മെല്ല് നല്ല സ്മെല്ലാണ് കേട്ടോ. വാഴയിലയിൽ പൊള്ളിച്ച മീൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.